വീട് എത്രയോ ആഗ്രഹിച്ചു വിടുന്ന വീട് അതിനി ഉണ്ടാക്കാലോ. എങ്കിലും അതല്ലല്ലോ. അല്ല, നമുക്ക് ദൈവം നമുക്ക് ആയുഷ് തന്നെ, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പക്ഷെ ആ മനസ്സ് പലർക്കും അറിയില്ല. ആ മനസ്സ് അറിയണം. അങ്ങനെ അറിയിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് അറിഞ്ഞത്. അതെ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അല്ലാതെ നമ്മൾ എവിടേക്കോ എന്തൊക്കെ ചെയ്ത് നമ്മൾ ഈ ചെയ്യണമെന്നില്ലേ പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്. അല്ലാണ്ട് ഒരാളോട് മേടിച്ചിട്ടാ ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്യണോട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് പോയി ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്തു കൊടുത്തിട്ടും ചില സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ അവയവദാനത്തിൻ്റെ ഇതിന് ചെന്ന് ഞാനെല്ലാം പറഞ്ഞ് ആ ചായ കുടിച്ചപ്പോൾ ഇവനൊക്കെ നല്ല കമ്മീഷൻ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ചെയ്യാനും തോന്നില്ല, നമ്മൾ നല്ലതായിട്ട് ചെയ്യണത്. പക്ഷേ ഇനി ഞങ്ങൾ ചെയ്യാൻ പോകണം നമ്മുടെ വീട് വെക്കണ ഒരു സെറ്റപ്പ് ഞങ്ങൾ പറഞ്ഞു. കുറച്ചങ്ങോട്ട് പോയിക്കുമ്പോൾ നമ്മളൊന്ന് സ്റ്റാൻഡായിട്ട് നിന്നതിന് ശേഷം ഇതിനൊന്ന് സേഫാക്കിയതിന് ശേഷം അടുത്തൊരു നടപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒരു വീടൊക്കെ ഉണ്ടാക്കി കുറേ അമ്മമാരെയൊക്കെ താമസിപ്പിച്ച് അവരുടെ കൂടെ ഞങ്ങളും കൂടി നിന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. അതാണ് ഈ വീട് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു വെച്ച വീട് കൊടുക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മളൊരു ചാരിറ്റി പോലെ അത് കേട്ട മനസ്സറിഞ്ഞിട്ട് കൊടുത്താണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ളൊരു കാരണം എന്തായിരുന്നു? അതൊക്കെ ഇതുപോലത്തെ നമ്മൾ ഓരോ പെട്ടെന്ന് തോന്നുന്ന തീരുമാനങ്ങളല്ലേ. ഇപ്പം ഞങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ ഒരു വീട് വെക്കുക. ഞാൻ പറഞ്ഞ അതിൻ്റെ ഉള്ളൊരു 8 10 ഒരു അമ്മമാരും അച്ഛന്മാർ അവരെയൊക്കെ കൂടി ഒന്നിച്ച് എന്നിട്ട് അവരുടെ 2 മക്കളായിട്ട് ഞങ്ങളും കൂടി താമസിച്ച് ഞങ്ങളുടെ അച്ഛനും അമ്മക്കും കൊടുക്കാൻ പറ്റാത്ത ബാക്കി വന്ന സ്നേഹമൊക്കെ ഇവർക്ക് കൊടുത്ത് ഇവരുടെ കൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ അമ്മമാരെ അച്ഛന്മാരെ 10 കിട്ടരുതെന്നാണ് പ്രാർത്ഥന. തീർച്ചയായിട്ടും. പക്ഷേ 20 കിട്ടും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അവിടെ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ അമ്മമാരെ, അതിലെത്രയോ പേര് നമ്മളെന്തിന് എന്നെ കാണുമ്പോഴേ പച്ചത്തെറിയാ. എന്നെ കണ്ട് അപ്പം തെറി പറയും. ഏറ്റവും ഭയങ്കര ഇഷ്ടമോ വിളിച്ചുകൊണ്ട് ഞാൻ തട്ടിക്കൊണ്ടു വന്നേക്കണമെന്ന് പറയണ്ട. അത് ഒരു സുഖമില്ലാത്ത അമ്മച്ചി ഉണ്ടായിരുന്നു. നമ്മളന്ന് അപ്പൊ പുള്ളിക്ക് ഒരു നായരോ നമ്പൂതിരി അമ്മച്ചിയാന്ന് തോന്നുന്നു. അപ്പൊ ഈ വിളക്ക് വെക്കലും പ്രാർത്ഥനയും അമ്പലത്തിൽ പോക്കൊക്കെ ഉള്ള. അപ്പൊ കുട്ടിയെ സന്ധ്യക്ക് മുമ്പ് ഇങ്ങ് എത്തിയേക്കണോട്ടോ എന്ന് പറയും. ഞാൻ അതിലെ പാസ് ചെയ്ത് അപ്പത്തരും ഇവന്റെ കൂടെ പോവരുതിട്ടോ എന്ന് പറയും. അമ്മക്ക് എങ്ങനെയോ മനസ്സിലായത് കറക്റ്റ്. ഇത്ര വർഷമായിട്ടും മനസ്സിലായിട്ടില്ല ഇപ്പോഴും അല്ലേ. ഈ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ആ ഒരു വീടിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് അതങ്ങനെ കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വപ്നം ഇതാണ്. എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് നമ്മൾ തൊട്ടിലാട്ടിയ അമ്മ അല്ലേ, തൊട്ടിലുള്ളപ്പോൾ തൊട്ടിലാട്ടിയ അമ്മ, കട്ടിലുള്ളപ്പോൾ പുറത്താക്കുന്ന മക്കൾ. ആ കാലഘട്ടമാണിപ്പോൾ അല്ലേ. എത്രയോ കാലഘട്ടം തൊട്ടിലാട്ടി നമ്മൾ ഉറക്കി, കട്ടിലിൽ കിടക്കാനുള്ളപ്പോൾ കട്ടിലുള്ളപ്പോൾ ആട്ടി പുറത്താക്കി കൊണ്ടുപോകുന്ന ആളുകൾ. അവരെയൊക്കെ എന്താണ് പറയുക അല്ലെ? അമ്മമാരോടല്ല പറയേണ്ടത്, അമ്മമാരെ കൊണ്ട് ആക്കുന്ന മക്കളുടെ അടുത്താ പറയേണ്ടത്. നമ്മളുടെ അച്ഛനും അമ്മയും പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരു കസേരയും കയറുകെട്ടിലുമാണ് ഇവരുടെ ജീവിതം. രാവിലെ ആ കയറുകെട്ടിൽ നിന്നിട്ട് ഒരു ചാരു കസേര വന്നിരിക്കും, അവിടെ തന്നെ ചായ വരും, ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയി ആ കട്ടിലും കസേരയായിട്ടുള്ള ജീവിതമോ. ഇപ്പം അവർ നിൽക്കുന്ന സ്ഥലങ്ങൾ പലരും ഭയങ്കര ഹാപ്പിയാണ്. ഒരു വീട്ടിൽ നിന്നാണെങ്കിൽ പോലും മക്കൾ കൊണ്ട് ഈ സാധാരണ മരുമക്കൾ കൊണ്ട് അമ്മായിമ്മേനെ കളഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വന്നത്. ഓരോ സ്ഥലത്തിലും ഓരോ കഥയാണ്, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ വിഷമങ്ങളും അവരുടെ കഥകളും കേട്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് കത്തിയെടുത്തിനൊന്ന് കുത്തിക്കൊല്ലാൻ തോന്നും. നേരിട്ട് വിളിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെയാണെന്ന് വരാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ലെന്ന് തുറന്നടിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്. ലാസ്റ്റ് ടൈം മരിക്കാൻ പോണ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞിട്ടും വേണ്ടെന്ന് പറഞ്ഞു. എന്ത് മനസ്സാ അവരുടെ അല്ലേ. മനസ്സില്ലാഞ്ഞിട്ടത്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.